ഈ 110 AC തന്നെ നമ്മൾ പരസ്യത്തിൽ കാണാം, പല പ്രൈസിൽ നമ്മൾ കാണാറുണ്ട്. ഇപ്പം ഒരു 110 AC ഇവിടെ 26,000 ഒരു മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. അത് നമുക്ക് 26,000 എന്ന് പറയുമ്പോൾ ചീപ്പസ്റ്റ് AC ആയി. വേറൊരു AC 34,000 ആണ് വരിക. 34,000 മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് വരുമ്പോൾ വേറൊരു പ്രോഡക്റ്റ്. പിന്നെ വരുന്നത് 39,000 OG മിറ്റ്സുബിഷി ഇങ്ങനത്തെ ബ്രാൻഡ്സ് എല്ലാം 39,000 വരുന്നുണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് പലപ്പോഴും ആലോചിക്കാറുണ്ടോ? മെയിൻ ഡിഫറൻസ് കൂളിംഗ് കപ്പാസിറ്റി. ഈ AC-യുടെ കൂളിംഗ് കപ്പാസിറ്റി വരുന്നത് 3.2 KW ഒക്കെയാണ് വരുന്നത്. 3.2 പറയുമ്പോൾ വളരെ കുറവാണ്. പിന്നെ ഈ 34,000 AC വരുമ്പോൾ 3.5 KW ആണ് വരിക. അത് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. 39,000 AC എടുക്കുമ്പോൾ 3.8 KW വരെ കൂളിംഗ് കപ്പാസിറ്റി ഉള്ള ACs ഉണ്ട് മാർക്കറ്റിൽ. അപ്പം നിങ്ങൾ കൊടുക്കുന്ന പ്രൈസിന് കൂളിംഗ് കപ്പാസിറ്റി ഡിഫർ ചെയ്യും. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, നല്ല കൗണ്ടറിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട റൂം കപ്പാസിറ്റി അനുസരിച്ച് നല്ല 110 AC വാങ്ങിക്കുകയാണെങ്കിൽ പവർ കൺസംഷൻ റിലേറ്റീവ്ലി കുറവായിരിക്കും. കാരണം ഈ 3.8 AC-യുടെ 60% കപ്പാസിറ്റിയിൽ നിങ്ങളുടെ കൂളിംഗ് കംപ്ലീറ്റ് റൂമിൽ കവർ ചെയ്യും. വെറും 60%. ഇതിൻ്റെ എടുക്കുമ്പോൾ 90% കപ്പാസിറ്റിയിലാണ് ഇത് വർക്ക് ചെയ്യുക. ഇത് വർക്ക് ചെയ്യുന്നത് 100% പോരാതെ വരും. കപ്പാസിറ്റിയിൽ 100% പോരാതെ വരുന്ന കേസ് വരാറുണ്ട്. ഇപ്പോൾ റൂം കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾ ടണ്ണേജ് മാത്രം നോക്കിയാൽ പോരാ, അതിന് കൂളിംഗ് കപ്പാസിറ്റി കൂടെ മെഷർ ചെയ്തിട്ട് വേണം AC വാങ്ങിക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻഡ് റിസൾട്ട് വളരെ പൂറായിരിക്കും.